ശരി. ശ്രീ സി പി ജോൺ, ഇതിപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരായ ഒരു നടപടി, കേജ്രിവാളിനെതിരായ ഒരു നടപടി എന്ന നിലയ്ക്കാണോ നിങ്ങൾ കാണുന്നത്? അതോ ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള വലിയ നീക്കമായിട്ട് തന്നെയാണോ? അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പല നേതാക്കളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇനി കേജ്രിവാൾ, ആദ്യം ഹേമന്ത് സോറൻ, അടുത്തത് കേജ്രിവാൾ, ഇനിയും പേരുകൾ നിൽക്കുന്നു എന്ന രൂപത്തിലാണോ കാണേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്നിരിക്കുന്ന അറസ്റ്റ്, അതിൽ മൗനാനുവാദം നൽകുകയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ കമ്മീഷനെ കണ്ട ശേഷം പ്രതിപക്ഷത്തിന് ബോധ്യമായത് എന്താണ്? ഇതിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈച്ച് ആൻഡ് എവരി ആക്റ്റ് അല്ല, ഇതിൻ്റെ ഇൻറ്റൻഷനാണ്. ഇപ്പോൾ കേജ്രിവാളിനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേന്നോ തലേദിവസം അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ, അതൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം BJP വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ ഡെമോക്രസിക്ക് നേരെ എടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് വളരെ ലളിതമാണ്. ഗവൺമെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിച്ചിരുന്ന ഏജൻസികൾ, ഒന്ന് ED, IT, വലിയൊരു പരിധിവരെ CBI, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് വലിയ എനോർമസ് അധികാരങ്ങളുള്ള EDക്ക് രാഷ്ട്രപതിയെ വരെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് നിയമപണ്ഡിതന്മാർ പറയുന്നത്, സബ്ജക്റ്റ് ടു കറക്ഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ഇൻ അവർ ബുക്ക് ഓഫ് ലോ, അതിനെ പൊളിറ്റിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് ഏറ്റവും പരസ്യമായും ജുഗുപ്സാവകമായും ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ED വന്ന് പരിശോധിച്ച ആൾ പരിഭ്രാന്തനാവുന്നു, ഉടനെ അയാൾ ED എന്നുള്ളത് EB ആക്കുന്നു, ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു, പ്രശ്നം അവിടെ തീരുന്നു. മറ്റൊരു പ്രോസസ്സ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം, ആദ്യം അയാൾ ED എടുത്തിട്ട് EB എടുക്കുന്നു, അതായത് ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് എടുക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് സമ്മാനം കിട്ടുന്നത് പോലെ അയാൾക്ക് നല്ല നല്ല കോൺട്രാക്റ്റ് കിട്ടുന്നു. അപ്പോൾ EDക്കും EBക്കും ഇടയിൽ ഒരു പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ് കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ EDയെ ഉപയോഗിക്കുക, അതിനുശേഷം ആളുകളെ വരട്ടുക, അവരെ കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് എടുപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാൽ EDയെ വിട്ട് പേടിപ്പിക്കുക. അങ്ങനെ പേടിപ്പിച്ചാൽ അവർ ഇലക്ട്രൽ ബോണ്ടൊന്നും എടുക്കണ്ട, അവർ BJPയിൽ ചേർന്നാൽ മതി. അതാണ് അവരുടെ ഇലക്ട്രൽ ബോണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടേജ് എന്ന് വേണമെങ്കിൽ പുതിയൊരു വാക്ക് ഉണ്ടാക്കിയിട്ട് പറയാം. അപ്പോൾ ED എന്നത് ഇവരുടെ ഒരു ഹണ്ടിങ് ഡോഗാണ്. ആദ്യം പട്ടിയെ വിട്ട് ഓടിപ്പിക്കുക, അല്ലെങ്കിൽ വേട്ടപ്പട്ടിയെ വിട്ട് ഓടിപ്പിക്കുക, അങ്ങനെ വേട്ടമൃഗത്തെ കണ്ടെത്തുക, പിടിക്കുക. ഇത് ചെയ്ത് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷവും കാര്യങ്ങൾ മാറുകയാണ്. അവിടെയാണ് ഇന്നലത്തെ ആക്ട് കൂടുതൽ പ്രധാനമായി തീരുന്നത്. അപ്പോൾ ഇവിടെ ആക്ടിനേക്കാൾ പ്രധാനം ഇൻറ്റൻഷനാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും, ഇന്നലത്തെ ആക്ട് ഏറ്റവും പ്രധാനമായി തീരുന്നത് അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമുള്ള ആക്റ്റാണ്. അപ്പോൾ നമുക്കൊരു പേരറിയാലോ, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ്, അതായത് ഒരു മാതൃകാ രീതികൾ. ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്നത് ദ ലാർജ് പെർസ്പെക്റ്റീവിൽ ഡെമോക്രസി സ്റ്റഡീസിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഥമാണത്. അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അതാണ് ഇലക്ഷൻ നടന്നിട്ട് കാര്യം. റഷ്യയിലും ഇലക്ഷൻ നടക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, അവിടെയൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ചിലപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ എന്ന ഒരു കാര്യം നടക്കണ്ടോ എന്നുള്ളതില്ല, ഇസ് ഇറ്റ് ഫ്രീ ആൻഡ് ഫെയർ? അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ബൈ ആൻഡ് ലാർജ് നടക്കുന്ന ഒരു രാജ്യമായിട്ട് ആണ് ഇന്ത്യ കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഡെമോക്രസി സ്റ്റഡീസ് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ശിവദാസനൊക്കെ കൂടുതൽ എന്നെക്കാൾ അറിയുണ്ടാവും, നമ്മൾ അത്ര വലിയ കേമപ്പെട്ട ഒരു പൊസിഷനിലൊന്നല്ല കുറേ കാലമായിട്ട് നമ്മളുണ്ടായിട്ടുള്ളത്. നമുക്കിപ്പോൾ എമർജൻസി നമ്മുടെ വളരെ ചീത്ത അനുഭവമായിരുന്നു. നമ്മൾ റീബൗൺസ് ചെയ്തു, ഇന്ത്യൻ ഡെമോക്രസി റീബൗൺസ് ചെയ്തു. അങ്ങനെ റീബൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ കേമമായിട്ടുള്ള ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും താരതമ്യേന നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യപ്പെട്ടാൽ ഇത്തരത്തിലുള്ള മിസ്കോണ്ടക്റ്റ് നടക്കുന്നത് താരതമ്യേന കുറവാണ്. ഇപ്പോൾ ഒരു പോസ്റ്റർ തന്നെ നമ്മൾ സർക്കാർ ഓഫീസിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റില്ല, കീറിക്കളയും. അതേസമയം നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒട്ടിക്കാം.
അതേപോലെ തന്നെ ബോർഡുകളൊന്നും ഹൈവേയിൽ വെക്കാൻ പാടില്ല, അകത്ത് വെക്കാം. ഇത് മുതൽ ഇങ്ങനെയുള്ള നിസ്സാരമെന്ന് പണ്ട് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും വളരെ കർശനമായ തരത്തിൽ നോക്കുന്ന ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുമ്പോൾ അറസ്റ്റ് എന്തിന്? മുഖ്യമന്ത്രിയുടെ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ അറസ്റ്റ് ഇല്ലാതെ തന്നെ മുഖ്യമന്ത്രി പേര് കേസെടുത്തൂടെ? ഈ കേസും അറസ്റ്റ്, ഇപ്പോൾ വക്കീൽ ഇതിലുണ്ടല്ലോ ഈ പാനലിൽ, കേസ് അറസ്റ്റ് ചെയ്യാതെ തന്നെ കേസെടുക്കാം, ഹാജരാവാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് ഡ്രാമയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇന്നലെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് ഡ്രാമയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ പ്രതിഷേധം കുറയും. 4 മണിക്കാണെങ്കിൽ വൈകുന്നേരം വലിയ പ്രതിഷേധം ഉണ്ടാവും. അപ്പോൾ കൃത്യമായ ഒരു സമയം തിരഞ്ഞെടുക്കുക, അർദ്ധരാത്രി. അതാണ് കൃത്യമായിട്ട് പണ്ടത്തെ ഫാസിസ്റ്റുകളുടെ ആക്ഷനെ കുറിച്ച് പറയുന്നതാണല്ലോ, നോക്ക് ഇൻ ദ മിഡ് നൈറ്റ്, രാത്രി വന്ന് വാതിലിൽ മുട്ടുക. അപ്പം മിഡ് നൈറ്റ് നോക്സ് തുടങ്ങിയിരിക്കുന്നു. ആ തുടങ്ങിയിട്ടുള്ള ആരുടെ പേരില്ല? മുഖ്യമന്ത്രി ഓടിപ്പോകും ഏതെങ്കിലും രാജ്യത്തേക്ക്? ഇല്ലല്ലോ. അപ്പം മുഖ്യമന്ത്രിയെ രാത്രി പോയി പിടിക്കുക. അപ്പം അങ്ങനെ പിടിച്ചിട്ട് ആളുകളെ പേടിപ്പിക്കുക. മുഖ്യമന്ത്രിയെ പിടിക്കുമെങ്കിൽ നിങ്ങളെ പിടിക്കില്ലേ? ശരി, അതിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.